എല്ലാവർക്കും എന്താണോ താൻ ഉദ്ദേശിച്ചത് എങ്കിൽ അതാണ് ലഭിക്കുന്നത്. കർമ്മവും അതുപോലെ തന്നെ തീരുമാനവും ഒന്ന് പ്രവർത്തനമാണ്, മറ്റൊന്ന് നമ്മുടെ തീരുമാനമാണ്. തീരുമാനത്തിനും കർമ്മത്തിനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തുല്യമായി നിൽക്കുന്ന പങ്കാണുള്ളതെന്ന് മഹാനായ ഇമാം ഗസാലി വിവരിക്കുന്നതായിട്ടുണ്ട്. അന്നാസു അർബഅത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസു അർബഅത്തുൻ. ഓഡിയോ പ്ലെയിൻ ആണേ, ഞാൻ ഓഡിയോ മറ്റേ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ. ഒന്ന് റജുലുൻ അതാഹു അസ്സ വജല്ല അവരോട് തന്നെ ധനവും നൽകി. രണ്ടും ലഭിച്ചതായിരിക്കുന്ന വ്യക്തി അവരുടെ ഇന്നനുസരിച്ച് അവരുടെ സ്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അഥവാ ശറഈന്റെ നിർദ്ദേശത്തിനനുസരിച്ചാണ് അവരുടെ ജീവിതം ക്രമീകരിച്ചത്. ഇത് കണ്ട് മാന്യമായി ജീവിക്കുന്ന സാഹചര്യം കാണുമ്പോൾ മറ്റൊരു വ്യക്തി അയാൾക്ക് ലഭിച്ചതുപോലെ എനിക്കും കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിലേക്ക് സമ്പത്തുണ്ട്, അറിവുണ്ട്, തൻ്റെ സമ്പത്ത് അറിവനുസരിച്ച് ഉപയോഗപ്പെടുത്തുകയും മറ്റിനത്തിലെത്തുകയും ചെയ്യും. സമാനമായി എനിക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനെ പോലെ നാം ചെയ്യുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ നെയ്യത്താണ്. അദ്ദേഹത്തിന് കഴിവില്ല, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുമില്ല, പക്ഷെ മനസ്സിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. ഈ പണ്ഡിതൻ ചെയ്യുന്നത് പോലെ, ഈ മുതലാളി പ്രവർത്തിക്കുന്നത് പോലെ സാഹചര്യം അനുകൂലമായിരുന്നു എങ്കിൽ ഞാൻ പ്രവർത്തിക്കും. അയാളൊന്നും ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, അതോടുകൂടെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണവുമില്ല. എന്നാലും രണ്ടാൾക്കും പരലോകത്ത് പ്രതിഫലം തുല്യമായിരിക്കും. പ്രവർത്തിച്ചതായിരിക്കുന്ന വ്യക്തിക്കും പ്രവർത്തിക്കാതെ മനസ്സിൽ ആഗ്രഹം പ്രകടിപ്പിച്ചതായിരിക്കുന്ന വ്യക്തിക്കും സ്വഭാവമില്ലാത്ത സ്വഭാവം രണ്ടാൾക്കും തുല്യരാണ്. ഒരാൾക്ക് അമലിൻ്റെ കൂലിയാണ്, മറ്റൊരാൾക്ക് നെയ്യത്തിൻ്റെ കൂലിയാണ്. രണ്ടാണ്. മൂന്നാമൻ അയാൾക്ക് സമ്പത്തുണ്ട്, പക്ഷേ വിവരമൊന്നുമില്ല. വലിയ പണക്കാരനാണ്, വലിയ മുതലാളിയാണ്, അദ്ദേഹത്തിന് വിവരമില്ല. അദ്ദേഹത്തിന് കിട്ടിയതായിരിക്കുന്ന പണം കൊണ്ട് അദ്ദേഹം കാട്ടിക്കൂട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ അജ്ഞതയിൽ കാട്ടുകയാണ്. തൻ്റെ കൈവശമുള്ളതായിരിക്കുന്ന പണം ഉപയോഗിച്ച് തനിക്ക് തോന്നിയതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിർവഹിച്ചു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. മതചിട്ടയോ മതചിട്ടയോ അദ്ദേഹത്തെ തൊട്ട് തറച്ചുകൊണ്ടിരിക്കില്ല. ഇങ്ങനത്തെ ഒരു വ്യക്തി ഇത് കണ്ട് സുഗുണപരായി ത്യാഗോചിത്തം കാണിക്കുന്ന ഈ വ്യക്തിയെ കണ്ട് മറ്റൊരാൾ പറയുന്നു, ആ മുതലാളിയെ പോലെ എനിക്കും പണമുണ്ടായിരുന്നെങ്കിൽ അടിപ്പൊളി ഞാൻ അദ്ദേഹത്തെ പോലെ താമൂടിയായി ജീവിക്കും, അടിച്ചു പൊളിച്ച് ജീവിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി എന്തൊരു ആകർഷണീയമാണ്. ഒരു തട്ടും തടവുമില്ലാതെ അദ്ദേഹം ജീവിക്കുകയാണ്. അനിർമിതമായ പറയുന്നു, ഈ വ്യക്തി ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാനാക്കിയതിന് കയ്യിൽ കാശില്ല, പക്ഷേ എന്നിരുന്നാലും മനസ്സിലെ ആഗ്രഹമുണ്ട് ഈ മുതലാളികളുടെ ഒരു കാർബോണിയായി ജീവിക്കണം, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അനിയന്ത്രിതമായ ജീവിതം കഴിച്ചു കൂട്ടണം എന്ന ആഗ്രഹമേ ഉള്ളൂ. പക്ഷേ ഒന്നും അദ്ദേഹത്തിന് കഴിയില്ല. എന്നാൽ തെറ്റിൽ രണ്ട് കൂട്ടക്കാരും തുല്യരാ.
എന്താ കാരണം? ഒരാൾ പ്രവർത്തിച്ചു, മറ്റേയാൾ പ്രവർത്തിക്കാൻ സൗകര്യം കിട്ടാത്തത് കൊണ്ട് ദുഃഖിച്ചു. പക്ഷേ കയ്യിൽ കാശ് കിട്ടുകയാണ് എങ്കിൽ അദ്ദേഹത്തെ പോലെ ജീവിക്കുമായിരുന്നു എന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് നിയ്യത്തിൽ ആദ്യം പറഞ്ഞ ഒരു കക്ഷി അദ്ദേഹം ഹസനാത്തിൻ്റെ കാര്യത്തിൽ തൽപ്പന്നരായിരുന്നു. രണ്ടാമത്തവൻ സയ്യാത്തിൻ്റെ കാര്യത്തിൽ ആഗ്രഹം പ്രകടിപ്പിച്ചവനാണ്. ചെയ്തവനത്തോലെ തന്നെയാണ് തീരുമാനിച്ചവൻ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം എന്താണ് നെയ്യത്ത്? നെയ്യത്ത് എന്താണ് എന്നുള്ളത് അത് മനസ്സിലാവേണ്ടതുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ തുടരുന്നു, അന്നിയ്യത്തു വൽ ഇറാദത്തു വൽ ഖസ്ദു. നിയ്യത്ത് എന്ന് പറയുന്നതും ഇറാദത്ത് എന്ന് പറയുന്നതും ഖസ്ദ് എന്ന് പറയുന്നതും ഇബാറാത്തുൻ മുതവാരിദ, മൂന്ന് പര്യായ പദങ്ങളാണ്. മൂന്നും പര്യായമാണ്. ഉദ്ദേശിക്കുക, വിചാരിക്കുക, മനസ്സിൽ ഉറപ്പിക്കുക. ഈ മൂന്നും അലാ മാനൽ വാഹിദിൻ ഒരർത്ഥത്തിന് ഉപയോഗിക്കുന്ന മൂന്ന് പദങ്ങളാണ്. എന്താ ഒരർത്ഥം? വ ഹാലത്തും വസിഫത്തുൻ ലിൽ ഖൽബ്, മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥ. ഹാലത്തും വസിഫത്തുൻ ലിൽ ഖൽബ്, മനസ്സിൽ രൂപപ്പെടുന്നതായിരിക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. യക്തനിഫുഹ അംറാനി, ആ തീരുമാനം അല്ലെങ്കിൽ ഉദ്ദേശം, ഇതിൻ്റെ മുമ്പൊരു കാര്യമുണ്ട്, അതിൻ്റെ ശേഷം മറ്റൊന്നുമുണ്ട്. മുമ്പുണ്ടാകുന്ന ഇൽമുൻ, ഒരു കാര്യത്തിന് തീരുമാനം എടുക്കണമെങ്കിൽ ആ കാര്യം എന്താണ് എന്നറിയണം. അപ്പോൾ ഇൽമ് അത്യാവശ്യമാണ്. എന്തു ചെയ്യുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം എങ്ങനെയാണെന്നറിയണം, നോമ്പാണ് എങ്കിൽ നോമ്പ് എങ്ങനെയാണെന്നറിയണം, അല്ല എക്സർസൈസ് ആണെങ്കിൽ അതെങ്ങനെയാണ് എന്നറിയണം. ഏതാണോ താൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് നിയ്യത്തിൻ്റെ മുമ്പുണ്ടാകുന്ന കാര്യമാണ്. പിന്നീടുണ്ടാകുന്ന നിയ്യത്ത് ചെയ്താൽ ഉണ്ടാകുന്നതാണ് വ അമലുൻ അമൽ. നിയ്യത്തിൻ്റെ ശേഷമാണ് കർമ്മമുണ്ടാകുന്നത്. അപ്പോൾ ആദ്യം കാര്യം പഠിക്കണം, കാര്യം പിന്നീട് തീരുമാനിക്കണം, പിന്നീട് പ്രവർത്തിക്കണം. അപ്പോൾ തീരുമാനത്തെക്കുറിച്ചാണ് നിയ്യത്ത് എന്ന് പറയുന്നത്. അൽ ഇൽമു യതഖദ്ദമുഹു, ഇൽമ് പ്രവർത്തനത്തിൻ്റെ മുമ്പായിരിക്കും. വൽ അമലു യത്ബഉഹു, അമൽ അതിൻ്റെ ശേഷവും ആയിരിക്കും. സ്വാഭാവികമായും നിയ്യത്ത് എന്ന് പറയുന്ന കർമ്മത്തിൻ്റെയും വിവരത്തിൻ്റെയും ഇടയിലുള്ളതായിരിക്കുന്ന ഒരവസ്ഥയാണ്. ലിഅന്നഹു ലാ യുരീദുൽ ഇൻസാനു മാ ലാ യഅലമുഹു, അറിയാത്തത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. ഫലാ ബുദ്ദ അൻ യഅലമ, അറിയണം. വലാ യഅമലു മാ ലം യുരീദ്, തീരുമാനിക്കാത്തത് ചെയ്യാൻ കഴിയില്ലല്ലോ. ഫലാ ബുദ്ദ മിൻ ഇറാദത്തിൻ, അപ്പോൾ ആയതുകൊണ്ട് ഒരു തീരുമാനം മധ്യത്തിൽ വേണം. വ മഅനൽ ഇറാദത്തി, എന്നാൽ ഈ ഇറാദത്ത് അല്ലെങ്കിൽ നിയ്യത്ത് എന്ന് പറയുന്നത് എന്താ? ഇംബിആസുൽ ഖൽബി ഇലാ മാ യറാഹു മുവാഫിഖൻ ലിൽ ഖറർ, തൻ്റെ താൽപ്പര്യത്തിന് അനുയോജ്യമായി മനസ്സിൽ രൂപപ്പെടുന്ന ഒരവസ്ഥയാണ്. താൽപ്പര്യം ഇമ്മാ ഫിൽ ഹാലി ഔ ഫിൽ മആലി, ഒന്നുകിൽ ഇപ്പോഴുള്ളതായിരിക്കാം അല്ലെങ്കിൽ പിന്നെ വരുന്നതായിരിക്കാം. രണ്ടായിരുന്നാലും തനിക്കൊരു താൽപ്പര്യമുണ്ടായിരിക്കും ചെയ്യുമ്പോൾ. എക്സർസൈസ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ളൊരു താൽപ്പര്യം ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇബാദത്ത് ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ളതായിരിക്കുന്ന താൽപ്പര്യം അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നിർദ്ദേശിച്ച് പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല, അള്ളാഹു നിർദ്ദേശിച്ചായിരിക്കുന്ന കാര്യം ഞാൻ നിർവഹിക്കുന്നു എന്നതാണ്. ഫഖദ് ഖുലിഖൽ ഇൻസാനു ബിഹൈസു യുവാഫിഖു ബഅദുൽ ഉമൂർ വയുഖാലിഫുഹു ബഅദുൽ ഉമൂർ, മനുഷ്യൻ്റെ പ്രകൃതി ചിലതൊക്കെ തൻ്റെ താൽപ്പര്യത്തിന് അനുയോജ്യമായിരിക്കാം, ചിലതൊക്കെ തൻ്റെ താൽപ്പര്യത്തിന് വിരുദ്ധമായിരിക്കാം. ചിലത് തൻ്റെ താൽപ്പര്യം സംരക്ഷിക്കാൻ പറ്റുന്നതാണ്, ചിലത് തൻ്റെ താൽപ്പര്യത്തിന് എതിരാണ്. അപ്പോൾ ആയതുകൊണ്ട് ഫയഹ്താജു ഇലാ ജൽബിൽ മുലായിമി വദഫ്ഇൽ മളാറി, അനുയോജ്യമായത് കൈവരിക്കാനും
വിരുദ്ധമായത് ഉപേക്ഷിക്കാനും അത് രണ്ടിനുള്ളായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഫഫ്തഖറയില മഅരിഫത്തിൽ മുളില്ലി വന്നാഫി, നല്ലതേത് അല്ലാത്തതേത് എന്ന് തിരിച്ചറിയണം. അതാണ് ഈ കളറ് താല്പര്യങ്ങൾ എന്ന് പറയുന്നത് അതൊരുപാട് യാതിയാണ്. ഒരു കളറുൽ ബാഇസു അർബഅത്തു അഖ്സാമിൻ, 4 ഇനമാണ് താല്പര്യങ്ങൾ. അവൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിയ്യത്ത്, താല്പര്യത്തിനനുസരിച്ച് എന്ന് പറഞ്ഞു. താല്പര്യങ്ങൾ ചിലത് 4 ഇനം താല്പര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നു, കമാ ഇദാ ഹജമ അലൽ ഇൻസാനി സബഉൻ, ഒരു മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വന്യമൃഗം ചാടി വീഴുകയാണെങ്കിൽ ഫയഫിറു മിന്നു, പെട്ടെന്ന് അവൻ എണീറ്റ് ഓടുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അവനിപ്പാ ഓടിയത് അത് രക്ഷപ്പെടില്ല എന്ന ലക്ഷ്യത്തിൽ വേണ്ടി മാത്രം, വേറൊന്നും അതിൻ്റെ പിന്നിലൊന്നുമില്ല. വന്യമൃഗം പറഞ്ഞു തന്നെ ആക്രമിക്കാൻ വേണ്ടി തൻ്റെ അടുക്കൽ ചാടി വീണപ്പോൾ ഓടി രക്ഷപ്പെടുന്നു. അപ്പോൾ ഓടുക എന്നല്ലാതെ രക്ഷപ്പെടാനുള്ള താല്പര്യമല്ലാതെ മറ്റൊന്നും ഈ ഓട്ടത്തിലില്ല. ഓട്ടം അവൻ്റെ പ്രവർത്തനമാണ്, ഉദ്ദേശം രക്ഷപ്പെടലാണ്. ഈ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ അവനുള്ളൂ. ഇതാണ് നിയ്യത്തുൽ ഖാലിസത്തി ഇഖ്ലാസ് എന്നത്. വേറൊരു താല്പര്യം അവർക്ക് പിന്നിലില്ല. ആ നിയ്യത്ത് ഖാലിസായിരിക്കുന്ന നിയ്യത്താണ്, വേറൊന്നും ആ പിന്നിലില്ല. രണ്ടാമത്തെ ഐറ്റമില്ല, 2 കാരണങ്ങളുണ്ടാകാം തനിക്ക്. ഓരോന്നും പ്രവർത്തനം ചെയ്യാൻ പര്യാപ്തമാണ് 2 കാരണങ്ങളുണ്ടാകാം. ഉദാഹരണമായിട്ട് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഉദാഹരണമായിട്ട് ഒരു ചുമടെടുക്കണം, 2 കില്ലുള്ളതായിരിക്കും, ഒറ്റയ്ക്ക് സാധിക്കില്ല, മറ്റൊരാളെയും കൂടി കൂട്ടണം. ഓരോ കിൻഡൽ ചുമക്കാൻ പറ്റുന്ന 2 ആൾ, തൻ്റെ മുമ്പിലുള്ളത് 2 കിൻഡലാണ് ഏറ്റേണ്ടത്. ആ 2 കിൻഡൽ തനിക്ക് പൊക്കണമെങ്കിൽ ഒറ്റയ്ക്ക് കഴിയില്ല. അപ്പോൾ ഒരു കൂട്ടുകാരനെയും കൂടി കൂട്ടുന്നു. അങ്ങനെ 2 ആൾ കൂടിയാൽ മാത്രമേ ആ കാര്യം നിർവഹിക്കാൻ കഴിയുള്ളൂ. ഈ ഒരവസ്ഥ അങ്ങനെ വരുമ്പോൾ ഇവനും അവനും റഫീഖാണ്, കൂട്ടുകാരാണ്. മറ്റൊരവസ്ഥ, തനിക്ക് സ്വന്തമായി ഏറ്റാൻ കഴിയും, മറ്റൊരാൾക്കും ഏറ്റാൻ കഴിയും. 2 ആളാണുള്ളത്. 2 ആളിൽ ഒരാൾ 1 കിൻഡൽ ആണ് ഏറ്റാനുള്ള സാധനം, സ്വന്തമായി എടുക്കാൻ കഴിയും, മറ്റേ ആൾക്കും എടുക്കാൻ കഴിയും. പക്ഷേ 2 ആളും കൂടി കൂടിയിട്ടാണ് 1 കിൻഡൽ പൊക്കിയത്. അപ്പോൾ അവൻ റഫീഖാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവനിക്കെടുക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ് മറ്റവനും എടുക്കാൻ കഴിയുന്ന കാര്യം തന്നെയാണ്. 2 ആളും ഒന്നിച്ചാണ്. ആദ്യം പറഞ്ഞത് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല, അത് ശരീക്കാണ്. ഇനി 4ാമത്തെ ഐറ്റം, സ്വന്തമായി എടുക്കാൻ കഴിയും, അതോടുകൂടെ മറ്റൊരാൾ സഹായിക്കുകയും ചെയ്താൽ അത് കേവലം ഒരു മുഈനായി വരും, ഒരു സഹായിയായി വരും. ഒരു ഇബാദത്ത്,
ആ ഇബാദത്തിൽ വരുന്ന വ്യത്യാസങ്ങളാണത്. എന്നാൽ ഈ പറയുന്നത് ആദ്യത്തേത് അള്ളാഹിൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഇബാദത്ത്, അത് ഇഖ്ലാസാണ്. സിംഹത്തെ പേടിച്ചോടുന്നത് മറ്റൊരു താല്പര്യം അവനിക്കില്ല. സിംഹം ചാടി വീണപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു, കൂട്ടുകാരൊന്നുമില്ല. അത് ഖാലിസായിരിക്കുന്ന ഇബാദത്ത്. ഇബാദത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിക്കുകയല്ലാതെ, അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കുകയല്ലാതെ മറ്റൊരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലുണ്ടാകാൻ പാടില്ല. ഈ ഒരവസ്ഥ, അതാണ് ഇഖ്ലാസ്. ഖാലിസായതായിരിക്കുന്ന അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമേ അതിൻ്റെ പിന്നിലുള്ളൂ. ചില സമയത്ത് അങ്ങനെയല്ല. ഇബാദത്ത് ചെയ്യുമ്പോൾ മറ്റൊരു താല്പര്യവും കൂടി ഉണ്ടായി എന്ന് വരും. തനി അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രമല്ല, പിന്നെയോ മറ്റൊരു താല്പര്യവും കൂടിയുണ്ട്. ഉദാഹരണമായിട്ട്, ജനങ്ങൾ കാണണം, ജനങ്ങളുടെ അടുക്കൽ അംഗീകാരം കിട്ടണം, ജനങ്ങൾ എന്നെ നല്ലവനാണെന്ന് വിചാരിക്കണം, ഇങ്ങനൊരു താല്പര്യം. അത് റിയാ ആണ്. മനുഷ്യൻ കാണണം എന്നുള്ളതായിരിക്കുന്ന ഒരു ആഗ്രഹം. അതല്ലെങ്കിൽ മറ്റൊരവസ്ഥ, നേരത്തെ പറഞ്ഞതുപോലെ താൻ സ്വന്തമായി ഇബാദത്ത് ചെയ്യുന്നു, പക്ഷെ ആ ഇബാദത്ത് താൻ എന്തായിരുന്നാലും നിർവഹിക്കും. പക്ഷെ ജനങ്ങൾ അത് കാണുകയാണെങ്കിൽ അതെനിക്ക് ശരിക്കും ആശ്വാസം ഉണ്ടായിരിക്കും. ഒരു വെറുതുള്ളായിരിക്കുന്ന ആളാണ് ഔറാദ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വതക്ക ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച ആൾ സ്വതക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ജനമധ്യത്തിലാവുമ്പോൾ അവനക്ക് ചെറിയൊരു മാനസികമായതായിരിക്കും സന്തോഷം. അവന് ജനം കാണണം എന്ന ആഗ്രഹമില്ല, പക്ഷെ ജനങ്ങൾ കാണുന്നത് കൊണ്ട് അവനിക്ക് ചെറിയൊരു താല്പര്യമുണ്ടാകുന്നു. അപ്പം അത് തൻ്റെ പ്രവർത്തനത്തിൻ്റെ മാറ്റ് കുറക്കുന്നു. ചില ആളുകൾ ഇബാദത്തൊന്നുമല്ല ഉദ്ദേശം, തനി റിയാ ആയിത്തീരുന്നു, തനി ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഇബാദത്ത് ചെയ്യുമ്പോൾ തനി ലോകമാന്യത്തിന് വേണ്ടി ചെയ്യുന്നു. ഇബാദത്ത് എന്ന താല്പര്യമല്ല ഉള്ളത്. ഒരു മുതലാളി സ്വതക്ക ചെയ്യുകയാണ്. എന്തിനു വേണ്ടി ചെയ്യുന്നു? ഇബാദത്ത് എന്ന് വെച്ചുകൊണ്ടൊന്നുമല്ല. പലരും നമുക്ക് കാണാം, സ്വതക്ക ചെയ്യുന്നതായിട്ട് കാണാം, ധർമ്മം ചെയ്യുന്നതായിട്ട് കാണാം. അത് അള്ളാഹു നിർദ്ദേശിച്ചു എന്നതല്ല അതിൻ്റെ പിന്നിലുള്ളത്. അപ്പം അതുകൊണ്ടിട്ട് ഓൻ റിയാവ് മാത്രമാണ്. ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ സിംഹത്തെ പേടിച്ചോടുന്നത് പോലെ അള്ളാഹു പറഞ്ഞതായിരിക്കുന്ന കാര്യം നിർവഹിക്കുന്നു എന്നത് മാത്രമാണുള്ളത്. അപ്പോൾ ഒന്ന് റിയാവ് മാത്രമാണ്, മറ്റൊന്ന് ഇബാദത്ത് മാത്രമാണ്. ഇത് രണ്ടിൻ്റെ ഇടയിൽ വരുന്നത്, നേരത്തെ നാം പറഞ്ഞത് ചുമടേൽക്കുന്ന ഉദാഹരണം പറഞ്ഞതുപോലെ രണ്ടും സംഭവിക്കുന്നുണ്ട്. റിയാവും ഉണ്ടാകുന്നുണ്ട്, അതോടുകൂടെ ഇബാദത്തും ഉണ്ടാകുന്നുണ്ട്. നാലാമത്തൊരൈറ്റം പറഞ്ഞത്, താൻ ഇബാദത്ത് ചെയ്യുന്നു, പക്ഷേ ജനങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു സന്തോഷം മനസ്സിലേക്ക് വരുന്നു. ഒരു കണ്ടാലും കണ്ടില്ലെങ്കിലും താൻ ഇബാദത്ത് ചെയ്യാൻ തീരുമാനിച്ചതാണ്, ഇബാദത്ത് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കാണുമ്പോൾ ഒരു സന്തോഷം. ഉദാഹരണം പറയുന്നത്, പണ്ഡിതന്മാർ വയറ് പറയുമ്പോൾ, മൗലവിമാർ ദർസ് നടത്തുമ്പോൾ താൻ ചെയ്യാൻ പോകുന്ന കാര്യം നിർവഹിക്കുക, പക്ഷേ ആളുകളൊക്കെ അങ്ങനെ കൂടുതൽ നല്ലോണം തന്നെ ശ്രദ്ധിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നതായിരിക്കുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ
മാനസികമായതായിരിക്കുന്ന ഒരു ഉന്മേഷം, നല്ലോണം ആൾ കൂടിയിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഈ 4 അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇബാദത്തുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ ഒന്നാമത്തെ അവസ്ഥയിലുണ്ടാകുന്നത് ഖാലിസായ ഇബാദത്ത്, അതിന് സ്വാഭാവികമായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കാം. രണ്ടാമത് പറഞ്ഞത് തനി റിയാവുമ്പോൾ ചെയ്തതിന് ഒരു ഫലവും ഉണ്ടായില്ല, ഒരു കാര്യവും അതുകൊണ്ട് കിട്ടൂല. ഫലം കിട്ടൂല എന്ന് മാത്രമല്ല, പലപ്പോഴും അത് അബദ്ധമാവുകയോ ശിക്ഷാർഹമാവുകയോ ചെയ്യുന്നു. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിൻ്റെ നിർദ്ദേശമുള്ളത് തനിക്ക് സ്വന്തമായി ഇബാദത്ത് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ശിർക്കുണ്ടാകാൻ പാടില്ല. ഇശ്റാക്കിനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് ശിക്ഷാർഹമാക്കി. പിന്നെ പറഞ്ഞതായിരിക്കുന്ന 2 അവസ്ഥ, ഒന്ന് തുല്യമായത്, റിയാവും ഉണ്ട് ഇബാദത്തും ഉണ്ട്, രണ്ടും തുല്യാവസ്ഥയിലാണ്. അതിന് മഹാൻ പറയുന്ന ഉദാഹരണം, ഒരു ഖനിയായതായിരിക്കുന്ന ഒരാൾ, ധനികനായതായിരിക്കുന്ന ഒരാൾ തന്നോട് തൻ്റെ അയൽവാസിയാണ് ആ സഹായം ചോദിച്ചു. മുതലാളിയായതുകൊണ്ട് കൊടുക്കൂല എന്ന് പറഞ്ഞു. മറ്റൊരാൾ ഖനിയല്ല, മുതലാളിയല്ല, പക്ഷേ ഫാസിക്കാണ്, അപ്പോഴും കൊടുക്കാൻ തയ്യാറില്ല. ഫക്കീറാണെങ്കിലും ഫാസിക്കാണ്, അപ്പോഴും കൊടുക്കാൻ തയ്യാറില്ല. അതേ അവസരം തൻ്റെ അയൽക്കാരനും കുടുംബക്കാരനുമാണ്, ഫക്കീറും ആണ്. അപ്പം രണ്ടും കൂടി ആയതുകൊണ്ടിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്നതിൽ 2 ഉദ്ദേശമുണ്ട്. ഫക്കീറായി എന്നുള്ളതും കുടുംബക്കാരനായി എന്നുള്ളതും, ഇത് രണ്ടും കൂടി ആയതുകൊണ്ടിട്ടാണ് അത് കൊടുത്തത്. അപ്പം ശിർക്ക് തുല്യമാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആയത്തുകളിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത് അത് പ്രതിഫലം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ്. കാരണം വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസിന് മാത്രമേ സ്വാഭാവികമായിട്ടും പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. താൻ ചെയ്യാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യാൻ പറഞ്ഞതിന് വിരുദ്ധമായി ചെയ്താൽ അതിന് കൂലി പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പം അതുകൊണ്ട് ഇവൻ ചെയ്തിരിക്കുന്നത് ഇബാദത്തിന് തുല്യമായി റിയാവും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും താല്പര്യമുണ്ടായിട്ടുണ്ട്, അതിന് പ്രതിഫലം കിട്ടാൻ സാധ്യതയില്ല എന്നാണ് ആയത്തിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാകുന്നത്. ഇമാം ഗസാലി തങ്ങളുടെ ഇബാറത്താണ്. ഇനി 4മത്തൊരു ഇനം, താൻ ഇബാദത്ത് ചെയ്യുകയാണ്, താൻ മറ്റൊരാളും കാണാനോ കേൾക്കാനോ ഒന്നും അല്ല, താൻ സ്വന്തമായി ചെയ്യുന്ന ഇബാദത്താണ്. പക്ഷേ ജനങ്ങൾ കണ്ടപ്പോൾ ചെറിയൊരു ആവേശം തനിക്കുണ്ടായിപ്പോയി. അപ്പോൾ ഹുദൂദ് നഫ്സാനിയത്ത്, മാനസികമായതായിരിക്കുന്ന ഒരു ഉന്മേഷം, ഒരു സന്തോഷം ഇബാദത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഇബാദത്തിനെ അത് ബാധിച്ചിട്ടില്ല. ആപേക്ഷികമായിട്ട് ചെയ്യുന്നതിൽ അതിലും സാന്നിധ്യമുണ്ടായിപ്പോയി, പങ്കാളിത്തമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നാൽ ഇഖ്ലാസിന് കോട്ടം തട്ടിയിരിക്കുന്നു. തനി ഇബാദത്ത് എന്നല്ലപ്പോൾ പറയാൻ പറ്റുന്നത്, ജനങ്ങൾ കാണാൻ വേണ്ടി, ജനങ്ങൾ കേൾക്കാൻ വേണ്ടി, ജനങ്ങളുടെ പ്രശംസയ്ക്ക് വേണ്ടി എന്നൊരംശം അതിലേക്ക് കടന്നു വന്നതുകൊണ്ട് ഒരു ചുരുങ്ങിയ തോതിൽ
അതിൽ ഒരസറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ രണ്ടൈറ്റവും സ്വീകരിക്കപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നതെങ്കിലും വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹു വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹു എന്നൊരു വശം അതിലുണ്ട്. ഖൈർ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കണമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് തുല്യമായ രൂപത്തിൽ വന്നാലും ഏറ്റപ്പറ്റോടു കൂടി വന്നതാണെങ്കിലും ഒന്ന് തുല്യമാണ്, മറ്റൊന്ന് ഏറ്റപ്പറ്റുണ്ട്, ഒന്ന് ചെറുതും ഒന്ന് വലുതുമാണ്. ഈ സാഹചര്യത്തിൽ ചെയ്തതിന് കൂലി കിട്ടേണ്ടതല്ലേ? അതുകൊണ്ട് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വല്ലതീയം കതിഹു, എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്ക്. വല്ലതീയം കതിഹു, തോന്നുന്നത് അങ്ങനെയാണ്. അതേ അവസരം നേരത്തെ ചിന്തിച്ചതുപോലെ ചിന്തിക്കുമ്പോൾ അഅ്മാലുകളൊന്നും അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ അല്ലാത്തതുകൊണ്ട്, ഖാലിസൻ ലി വജ്ഹില്ലാഹി അല്ലാത്തതുകൊണ്ട് സ്വീകരിക്കപ്പെടില്ല, ഫലവത്താവില്ല എന്ന് വേണം പറയാൻ. പക്ഷേ എന്നിരുന്നാലും ഖൈറിൻ്റെ വശം ഉണ്ടല്ലോ. ഖൈറിനെ അള്ളാഹു തആല ളായിയാക്കുകയില്ല, അതിനെ അള്ളാഹു ഒഴിവാക്കുകയില്ല. അപ്പം ആയതുകൊണ്ട് അതിന് പ്രതീക്ഷിക്കാം. അപ്പം 4 റിയാഇന് വേണ്ടി ചെയ്തത് തീരെ അംഗീകരിക്കപ്പെടില്ല. ഇഖ്ലാസിന് വേണ്ടി ചെയ്തതാണെങ്കിൽ 100% ഫലവത്താകാൻ സാധ്യതയുണ്ട്, അള്ളാഹു സ്വീകരിക്കും. മറ്റു 2 ഒരു പക്ഷേ അള്ളാഹു സ്വീകരിച്ച് അംഗീകരിച്ച് അതിന് കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയാണ് മനസ്സിലാകുന്നത്. പക്ഷേ 100% ഇഖ്ലാസ് ഇല്ലാത്തത് കൊണ്ട് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ദലീലിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണമെന്ന്, ഇബാദത്തിൻ്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ലാതെ അള്ളാഹു എന്തു പറഞ്ഞോ അതിന് മാത്രം എന്ന് പറഞ്ഞ് അതാണ് വജ്ഹുല്ലാഹിക്ക് വേണ്ടിയുള്ളായിരിക്കുന്ന ഇബാദത്ത്. അത് മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ, അത് മാത്രമേ ഫലവത്താവുകയുള്ളൂ. ഇനി അഅ്മാലുകളെല്ലാം അതിലേക്ക് നിങ്ങൾക്ക് കൂട്ടി മനസ്സിലാക്കാം. അമല് ഒരർത്ഥത്തിൽ 3 തരം അമലുണ്ട്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒന്ന് മഹ്ദൂറായതായിരിക്കുന്ന അമലുകൾ, വിരോധിക്കപ്പെട്ടായിരിക്കുന്ന കാര്യം. ഒന്ന് മഫ്റൂളായതായിരിക്കുന്ന അമല്, നിർബന്ധമായതായിരിക്കുന്ന കാര്യം. മറ്റ് ജായിസായതായിരിക്കുന്ന കാര്യം, അനുവദനീയമാണ്, വേണമെങ്കിൽ ആവാം, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കാം. എന്നാൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നു പറഞ്ഞ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഹറാമായ സ്വത്ത് കൊണ്ട് സ്വതക്ക ചെയ്തു, ഹറാമായതായിരിക്കുന്ന കാര്യം നടത്തി, എന്നിട്ട് താൻ അതുകൊണ്ട് നല്ലതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് മാർഗം മോശമാണ്, ലക്ഷ്യം ശരിയാണ്. ഒരു തത്വമുണ്ടല്ലോ, ലക്ഷ്യം മാർഗം ലക്ഷ്യത്തെ ന്യായീകരിക്കും, അത് ഇസ്ലാമിലില്ല. ലക്ഷ്യം ഒരിക്കലും മാർഗത്തെ ന്യായീകരിക്കുന്നില്ല. ലക്ഷ്യവും മാർഗവും രണ്ടും ഒന്നായിത്തീരണം, ശുദ്ധമായിരിക്കണം. അതുകൊണ്ട് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, അമലുകളെല്ലാം നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നല്ല നീയത്ത് ചെയ്താൽ അതുകൊണ്ട് കാര്യങ്ങൾ നന്നായിത്തീരും എന്ന് മനസ്സിലാക്കാൻ പാടില്ല. അതിന് മഹാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. കളവ് നടത്തുന്നു, കളവ് നടത്തിയിട്ട് ആ സ്വത്ത് കൊണ്ട് പള്ളി ഉണ്ടാക്കുന്നു, അതുകൊണ്ട് ദാനം ചെയ്യുന്നു, അതുകൊണ്ട് സദഖ ചെയ്യുന്നു, പെൺകുട്ടികളെ കെട്ടിച്ചുന്നു, മദ്രസ ഉണ്ടാക്കുന്നു. ഏതാ ഓൻ്റെ പണം?
കളവ് നടത്തിയതായിരിക്കുന്ന സ്വത്താണ്, കഞ്ചാവ് കച്ചവടം ചെയ്തായിരിക്കുന്ന സ്വത്താണ്, കള്ളപ്പണമാണ്. കള്ളപ്പണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിഹിതമായി ഇസ്ലാം അംഗീകരിക്കാത്ത രൂപത്തിൽ സ്വരൂപിച്ചതായിരിക്കുന്ന സ്വത്ത്. പക്ഷേ അവൻ ചെയ്യുന്നതൊക്കെ നല്ലതാണ്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റെഡിയാണ്, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് പള്ളിയാണ് ഉണ്ടാക്കുന്നത്, മദ്രസയാണ് ഉണ്ടാക്കുന്നത്, കുട്ടികളെ കെട്ടിക്കുകയാണ് ചെയ്യണത്, സ്ഥാപനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യണത്, ദർസിന് സഹായിക്കുകയാണ് ചെയ്യണത്. ഈ കാര്യങ്ങളൊന്നും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി, നിയ്യത്ത് നല്ലതാണ്, അതുകൊണ്ട് അമല് സ്വീകരിക്കപ്പെടും എന്നൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇവൻ ചെയ്യുന്നത് 100% തെറ്റാ. ഈ തെറ്റായതായിരിക്കുന്ന കാര്യം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് അത് നന്മയാണ്. മുതലാളിമാരാ കൂട്ടത്തിലുണ്ട്, പണ്ഡിതന്മാരാ വിഭാഗത്തിലുണ്ട്, ഭരണാധികാരികളും ആ കൂട്ടത്തിലുണ്ട്. അന്യൻ്റെ സ്വത്ത് അപഹരിച്ച് അതുകൊണ്ട് നല്ലത് ചെയ്യുന്ന ഗവൺമെൻറ്റുണ്ട്. അവിഹിതമായി എല്ലാ ദുർമാർഗത്തിൽ കൂടിയും സമ്പാദിക്കുന്ന മുതലാളിമാരുണ്ട്. എന്നിട്ട് അതുകൊണ്ടിട്ട് നല്ലത് ചെയ്യുകയും ചെയ്യുന്നു. ഒരിക്കലും അത് അംഗീകരിക്കപ്പെടുകയില്ല. വളരെ ശ്രദ്ധിക്കേണ്ടുന്നതായിരിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ മഹാൻ അടിവരയിട്ട കാര്യം തൻ്റെ ഇഹയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ ജായിസായതായിരിക്കുന്ന കാര്യം, ജായിസായ കാര്യമാവുമ്പോൾ അത് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. രണ്ടാമത്തൊരു ഘടകം ജായിസാണ്, വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. താൻ ഭക്ഷണം കഴിക്കുന്നു, അത് വേണമെങ്കിൽ മന്തിയാകാം, അല്ലെങ്കിൽ കുഴിമന്തിയാകാം, അല്ലെങ്കിൽ വേറെ വല്ലതും ആകാം. അതും കഴിക്കാം, ഇതും കഴിക്കാം. പക്ഷെ താൻ അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് നല്ല ആരോഗ്യപരമായതായിരിക്കുന്ന ആഫിയത്തിന് വേണ്ടി, റബ്ബെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടി, അതിനാണ് ഞാനീ കഴിക്കുന്നത് എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ജായിസ് ഇബാദത്തായി മാറുന്നു. അപ്പം അതുകൊണ്ട് നാം ചെയ്യുന്ന എല്ലാ ജായിസായ പ്രവർത്തനവും ഇബാദത്താക്കി മാറ്റാൻ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമല് സ്വാഭാവികമായിട്ടും നിയ്യത്ത് കൊണ്ട് ഇബാദത്താക്കി മാറ്റാൻ കഴിയും. മൂന്നാമത്തേനാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, ഫറളായ ഇബാദത്തുകൾ, നിർബന്ധമായ ഇബാദത്തുകൾ, മത്ലൂബായതായിരിക്കുന്ന സുന്നത്തുകൾ. ആ കാര്യങ്ങളിലേക്കെല്ലാം റിയാഓ വ്യക്തി താൽപ്പര്യമോ ഭൗതികമായതായിരിക്കുന്ന ഉദ്ദേശങ്ങളോ കടന്നു വരികയാണെങ്കിൽ അതെല്ലാം ഫലശൂന്യമായി തീരുകയും ചെയ്യും. ഫറളാണ്, അള്ളാഹു നിർബന്ധിച്ചതാണ്, അള്ളാഹു നിർദ്ദേശിച്ചതാണ് എന്നു പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഈ അമലുകളെല്ലാം അർത്ഥവത്തായി തീരണമെങ്കിൽ നിങ്ങളുടെ താൽപ്പര്യം അതിനനുസരിച്ചായിരിക്കണം. അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അത് അള്ളാഹു തആല സ്വീകരിക്കും. കേവലം ഭൗതിക താൽപ്പര്യമാണെങ്കിൽ അള്ളാഹു അവഗണിക്കും. രണ്ടും കൂടിയതാണെങ്കിലോ തോതനുസരിച്ച് പ്രതിഫലം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മളുടെ ജീവിത ശൈലികളെല്ലാം നിയ്യത്ത് കൊണ്ടിട്ട് മാറ്റാൻ കഴിയും. ഹറാമായതായിരിക്കുന്ന കാര്യങ്ങളൊന്നും നിയ്യത്ത് കൊണ്ട് മാറ്റാൻ കഴിയുകയും ഇല്ല. ഹറാം എന്നും ഹറാമു തന്നെയാണ്. അപ്പം ആയതുകൊണ്ടിട്ട് പ്രവർത്തനങ്ങൾ വിലയിരുത്തി പ്രവർത്തിക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. അതോടുകൂടെ മുമ്പിൽ മറ്റൊരു കഥയും കൂടി പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാവും. അല്ല, അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി അല്ലെങ്കിലോ അത് സ്വാഭാവികമായിട്ടും പരാജയപ്പെടാൻ ഹേതുവായിത്തീരുകയും ചെയ്യും. അതിനൊരു കഥ പറയുന്നുണ്ട് ഇസ്രായേലിയാത്തിൽ നിന്ന്. പണ്ടൊരു വലിയ ആബിദുണ്ടായിരുന്നു. തൻ്റെ സൗമ്യത്തിൽ ഇബാദത്ത് പുലയിൽ താൻ ഒഴിഞ്ഞിരുന്ന് ഇബാദത്ത് ചെയ്യുക. നല്ല മഹാനാ. അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന അദ്ദേഹം
ഒരു മരത്തിന് ഇബാദത്ത് ചെയ്യുന്ന ഒരു ജനതയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞു. ഒരു വലിയ മരമുണ്ട്, ആലമരമാണെന്ന് കൂട്ടിക്കോളൂ, അതിനെ പൂജിക്കുന്നൊരു വിഭാഗമുണ്ട് എന്ന് കേട്ടപ്പോൾ, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ അത് നിരോധിക്കാൻ വേണ്ടിയിട്ട് മുമ്പിൽ പുറപ്പെട്ടു. തൻ്റെ ഇബാദത്ത് പുരയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് കോടാലിയും മഴുവെടുത്ത് കണ്ട് മലമുറിക്കാൻ പോയി. വഴിക്ക് വെച്ച് ഒരാളെ കണ്ടു. എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. ഞാൻ ആ ആല് വെട്ടാൻ പോവുകയാണ്, മരം മുറിക്കാൻ പോവുക. എന്തിനാ? അതിനെ പൂജിക്കുന്ന ഒരാൾക്കാർ വഴി ഉണ്ടെന്ന് കേട്ടു, അപ്പോൾ ആയതുകൊണ്ട് അത് തകർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വഴിയിൽ വെച്ച് കണ്ട ആൾ പറഞ്ഞു, എന്തിനാ മനുഷ്യ നിങ്ങളതിൽ നിൽക്കണത്? നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തായിട്ട് പോയാൽ പോലെ ഓരോ എന്തെങ്കിലും ചെയ്തോട്ടെ, അതിനിപ്പോൾ എന്താ? അല്ലല്ല, എനിക്കത് മുറിക്കാൻ, അത് തകർക്കണം, അത് കൂടാതെ ഇല്ല, ശിർക്ക് ഞാൻ അനുവദിക്കൂല, അത് തകർക്കാൻ പോവുകയാണ് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒരിക്കലും ഞാനത് അനുവദിക്കൂല. തമ്മിൽ ഏറ്റുമുട്ടി, മൽപ്പിടുത്തമുണ്ടായി. അങ്ങനെ എതിർക്കാൻ വന്നതായിരിക്കുന്ന ആളുടെ നെഞ്ഞത്ത് കയറിയിരുന്ന് ഓനെ പരാജയപ്പെടുത്തി. അന്നങ്ങനെ അയാൾ മുന്നോട്ട് നീങ്ങി. വീണ്ടും ഈ കക്ഷി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പോകാൻ അനുവദിക്കൂല, അത് മരം മുറിക്കാൻ അനുവദിക്കൂല. നിങ്ങൾ റസൂലൊന്നും അല്ലല്ലോ, പിന്നെന്തിനാ നിങ്ങളതിന് പോണത്? നിങ്ങളോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? അതിനെന്തിനാണ് നിങ്ങൾ പോണത്? അപ്പം ആയതുകൊണ്ട് ഞാനത് പോകാൻ അനുവദിക്കൂല. മൽപ്പിടുത്തമുണ്ടായി, വീണ്ടും പരാജയപ്പെടുത്തി. മൂന്നാമത്തൊരു തവണ വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു വയസ്സൻ്റെ ഷെയ്ഖിൻ്റെ കോലത്തിൽ, പണ്ഡിത വേഷത്തിൽ കക്ഷി പ്രത്യക്ഷപ്പെട്ടു. വഴിയിലുള്ളായിരിക്കുന്ന ആൾ. എന്നിട്ട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ മരം മുറിക്കാൻ പോണതിൻ്റെ ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളെ ഇബാദത്തുമായിട്ട് കൂടിയാൽ മതി. ഒരു കാര്യം ചെയ്യുക, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും ഔദാര്യം പറ്റിയിട്ടാണല്ലോ ജീവിക്കണത്. നിങ്ങൾക്ക് ആരെങ്കിലും ധനം സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കണം. നിങ്ങൾ പണിക്കൊന്നും പോകണില്ല, ഇബാദത്തുമായിട്ട് കൂടിയിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊരു സഹായം ചെയ്യാം. എന്താണ്? എല്ലാ ദിവസവും പുലർച്ചെ 2 ദീനാർ സ്വർണ്ണ നാണയം ഞാൻ നിങ്ങളുടെ തലക്കും പാത്ത് കൊടുന്നു തരാം. 2 സ്വർണം. ഒന്നായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ചിലവ് കഴിക്കാം. ഒന്ന് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ, നിങ്ങളുടെ അയൽവക്കക്കാർ പാവങ്ങളുണ്ടല്ലോ, സാധുക്കൾ, ഓർക്ക് സഹായം ചെയ്തുകൂടെ? സാന്ത്വന പ്രവർത്തനം നടത്താം. അപ്പോൾ സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടിയുള്ളതായിരിക്കുന്ന 1 ദീനാറും ഞാൻ തരാം. നിങ്ങളുടെ ചെലവിനുള്ളതായിരിക്കുന്ന 1 ദീനാറും ഞാൻ തരാം. നിങ്ങളെന്തിനാണ് ഈ മരം മുറിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾ റസൂലല്ല. അള്ളാഹ്ക്ക് വേണമെങ്കിൽ റസൂലിനെ അയച്ചെങ്ങാണ്ട് അള്ളാഹു താല അത് മരം മുറിപ്പിച്ചോളും. അതല്ലെങ്കിൽ വല്ല സംവിധാനവും അള്ളാഹു താല വേറെ ചെയ്തോളും. നിങ്ങൾ നിങ്ങളുടെ ഇബാദത്തുമായിട്ട് കൂടിക്കോളൂ. ചെലവിനുള്ള വഴി ഞാൻ തരുകയും ചെയ്യാം. സഹായിക്കാനുള്ളതായിരിക്കും സമ്പത്തും തരാം. അപ്പോൾ അയാൾക്കിങ്ങനെ തോന്നി, ശരിയാണത്. അങ്ങനെ എല്ലാ ദിവസവും കാശ് കിട്ടുകയാണ് എങ്കിൽ 2 ഉപകാരമുണ്ടല്ലോ. കുടിയിലെ ചെലവും കഴിയും, സാധുക്കളെ സഹായിക്കുകയും ചെയ്യാൻ 2 ഗുണമുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സന്ധ്യയായി. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ പിറ്റന്നാൾ രാവിലെ തലക്കിൻ്റെ വീട്ടിൽ 2 ദീനാറുണ്ട്. പറഞ്ഞതുപോലെ അത് കിട്ടി. അപ്പോൾ സന്തോഷമായിപ്പോയി. 2ാം ദിവസവും നേരം വെളുത്തപ്പോൾ 2 ദീനാറ് തലക്കിൻ്റെ വീട്ടിലുണ്ട്. അത് കിട്ടി. സന്തോഷമായിപ്പോയി. 3ാം ദിവസം അത് കിട്ടിയില്ല. 4ാം ദിവസവും കിട്ടിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂപ്പർ പഴയ തൻ്റെ കോടാലിയും മഴുവെടുത്തിട്ട് മരം മുറിക്കാൻ പോയി. വഴിയിൽ വെച്ച് ഈ കക്ഷി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. മരം മുറിക്കാൻ അനുവദിക്കൂല. അപ്പോൾ പറഞ്ഞു, എന്തേ നിങ്ങൾ കാശ് തരാഞ്ഞു? നിങ്ങളെല്ലാ ദിവസവും കാശ് തരാമെന്ന് പറഞ്ഞല്ലേ? ഇന്നലെയും തന്നിട്ടില്ല, മിനിഞ്ഞാന്നും തന്നിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളുടെ മരം ഞാൻ അനുവദിക്കൂല, അത് മുറിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ അതൊന്ന് കാണണം എന്ന് പറഞ്ഞു. 2 ആളും വെൽപ്പിടുത്തമുണ്ടായി, ഏറ്റുമുട്ടി.
റാഹിബ്, ആബിദ്, അള്ളാഹുവിനെ ആരാധിക്കുന്നവൻ തോറ്റു, മറ്റേ കക്ഷി നെഞ്ഞത്ത് കയറി പരാജയപ്പെടുത്തി. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഒന്നാം ദിവസം ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു, രണ്ടാം ദിവസവും ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു, മൂന്നാമത്തെ ദിവസം നിങ്ങൾ എന്നെ തോൽപ്പിച്ചു, എന്താ അതിൻ്റെ കാരണം? അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ, ഞാൻ ഇബിലീസാണ്. ആദ്യത്തെ 2 ദിവസം നിങ്ങൾ അള്ളാൻ്റെ വജുഹിന് വേണ്ടിയിട്ടാണ് മലമുറിക്കാൻ തീരുമാനിച്ചത്. മൂന്നാം ദിവസവും 4-ാം ദിവസവും നിങ്ങൾ ഇപ്പം കളി വരുന്നത് കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഭൗതിക താല്പര്യമാണ്. നിങ്ങളുടെ സ്വന്തം കാര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുറപ്പെട്ടത്. അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ പണിയെടുത്തപ്പോൾ അള്ളാഹ് നിങ്ങളെ സഹായിച്ചു. രണ്ടാം ദിവസവും അള്ളാഹ്ക്ക് വേണ്ടിയായിരുന്നു ഉദ്ദേശം, സഹായിച്ചു. മൂന്നാം ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ സ്വാർത്ഥതയാണ് ഈ കാര്യത്തിന്. അപ്പം ആയതുകൊണ്ട് സ്വാർത്ഥതയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രവർത്തനമാകുമ്പോൾ അള്ളാഹുവിൻ്റെ മഅൂനത്തുണ്ടാകൂല, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകൂല. ഞാൻ ഇബ്ലീസാണ്, നിങ്ങളെ ചൊയ്പ്പാക്കാൻ വേണ്ടി വന്നതാണ്, പരാജയത്തിന് കാരണം ഇതാണ് എന്ന് പറഞ്ഞു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നൽകുന്ന പാഠം, അള്ളാഹുവിൻ്റെ മദതും മഅൂനത്തും ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടിയുള്ളതായിരിക്കുന്ന പ്രവർത്തനമായിരിക്കണം. സ്വാർത്ഥതയും വ്യക്തി താല്പര്യവുമാകുമ്പോൾ അള്ളാഹുവിൻ്റെ മദതും മഅൂനത്തും ഉണ്ടാവുകയില്ല, പരാജയത്തിന് അത് ഹേതുവായിത്തീരുകയും ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖാലിസായത്തിൽ നല്ല നിയ്യത്തിൽ കൂടുതൽ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹത്തായതായിരിക്കുന്ന ഈ വേദിയിൽ സംബന്ധിച്ച നമുക്കെല്ലാവർക്കും ഇതൊരു ഹസനാത്ത് നന്മയായി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമൻ വതഫറഖനാ മിൻ ബഅദി തഫറഖൻ മഅസൂമ. അല്ലാഹുമ്മ ലാ തജഅൽ ഫീനാ വലാ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മതൂറൻ വലാ മഹ്റൂമ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين.